ഹലോ ഗൈസ്, ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരുപാട് ദൂരേക്കൊന്നും അല്ല, എരമല്ലൂർ ജംഗ്ഷൻ വരെയാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു പോയ കടകൾ എല്ലാം അടച്ചിട്ടേക്കായിരുന്നു. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൂജാമുറിയിലേക്ക് പുതിയ ഒരാളും കൂടെ വന്നിട്ടുണ്ടല്ലോ. ഇന്നലത്തെ വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് കക്ഷികളെ എല്ലാവരെയും ഒന്ന് ഒരുമിച്ചിരുത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് കൊരണ്ടി നമുക്ക് വാങ്ങേണ്ടതുണ്ട്. ആദ്യം നമ്മൾ 2 ഫർണിച്ചർ ഷോപ്പുകൾ ലക്ഷ്യമാക്കിയിട്ടാണ് പോയത്. പൊക്കി ഇരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തടിക്കഷ്ണം പോലത്തെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഞായറാഴ്ചകളായതുകൊണ്ട് തന്നെ എരമല്ലൂരെ ഒട്ടുമിക്ക കടകളും അടച്ചിട്ടേക്കായിരുന്നു. അപ്പോഴാണ് ദില്ലി ബസാറിനെ കുറിച്ച് ഓർത്തത്. എരമല്ലൂർ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറേക്ക് തിരിയുമ്പോൾ വലത് സൈഡിൽ തന്നെയാണ് നമുക്ക് ദില്ലി ബസാർ കാണാൻ പറ്റുന്നത്. ഈ വഴിയൊക്കെ പോകുമ്പോൾ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ കടയിൽ ഒരിക്കലെങ്കിലും കയറണം എന്നുള്ളത്. എന്തായാലും ഭാഗ്യത്തിന് വിചാരിച്ച സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സാധനങ്ങളും കൂടെ എനിക്ക് ഇവിടെ നിന്ന് വാങ്ങാനുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്വപ്ന ടെക്സ്റ്റൈൽസിലേക്കാണ്. ഇവിടെ എന്തിനാ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പീഠത്തിൻ്റെ പുറത്ത്, അതായത് ഈ കൊരണ്ടിയുടെ പുറത്ത് വിരിക്കാനായിട്ട് മഞ്ഞ കളറിലെ സാറ്റൻ തുണി ആവശ്യമാണ്. എന്തായാലും കാര്യങ്ങളെല്ലാം നല്ല സടപടയെന്നായിരുന്നു. അപ്പോൾ എന്നാൽ ഇനി നേരം കളയാതെ നേരെ വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ ഇന്ന് അത്രയൊക്കെയുള്ള വിശേഷം. ടാറ്റാ, ബൈ ബൈ, സി യു.